ഇന്നത്തെ വിശുദ്ധ പാട്രിക് മെത്രാൻ. അയർലൻഡിന്റെ അപ്പസ്തോലനും ആർമാഗിലെ ആദ്യത്തെ ബിഷപ്പുമായ പാട്രിക് സ്കോട്ട്ലൻഡിൽ ഒരു കെൽട്ടോ റോമൻ കുടുംബത്തിൽ ജനിച്ചു. ടൂൾസിലെ വിശുദ്ധ മാർട്ടിന്റെ സഹോദരപുത്രി കോഞ്ചയ ആയിരുന്നു അമ്മ. 16 വയസ്സുള്ളപ്പോൾ കാട്ടുജാതിക്കാർ അവനെ അയർലൻഡിൽ കൊണ്ടുപോയി അടിമയായി വിറ്റു. 6 മാസം അങ്ങനെ അടിമയായി ആടുകളെ നോക്കി അർദ്ധപട്ടിണിയായി കഴിഞ്ഞു. തന്നിമിത്തം കൂടുതൽ ദൈവ ഐക്യത്തിൽ ചെലവഴിക്കാൻ അവന് സാധിച്ചു. അടിമത്തം കഴിഞ്ഞപ്പോൾ സ്വന്തം നാട്ടിലേക്കുള്ള കപ്പൽക്കാർ കപ്പൽക്കൂലി കൂടാതെ പാട്രിക്കിനെ കൊണ്ടുപോയി. കപ്പലിറങ്ങിയതിനു ശേഷം സ്വഭവനത്തിലെത്താൻ 29 ദിവസം വേണ്ടിവന്നു. പാട്രിക്കിന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുകയും മാർഗമധ്യേ പാട്രിക്കിനും കൂട്ടുകാർക്കും ഭക്ഷണം മുടങ്ങാതെ ലഭിക്കുകയും ചെയ്തു. 6 വർഷം കഴിഞ്ഞ് പാട്രിക് ഫ്രാൻസിലും ഇറ്റലിയിലും മറ്റും യാത്ര ചെയ്തു. ഫ്രഞ്ചു തീരത്തുള്ള ലെറിൻസിൽ അദ്ദേഹം കുറെ പഠിച്ചു. ഓക്സേർ എന്ന പ്രദേശത്ത് 15 വർഷം ചിലവഴിച്ചു. 43-ാമത്തെ വയസ്സിൽ അദ്ദേഹം മെത്രാനായി അഭിഷേചിക്കപ്പെട്ടു. ഒരു സ്വപ്നത്തിൽ ഐറിഷ് ബാലികാ ബാലന്മാർ തന്റെ നേർക്ക് കൈ നീട്ടിയിരിക്കുന്നതായി അദ്ദേഹം കണ്ടു. അയർലൻഡിൽ മിഷൻ വേല ചെയ്യാനുള്ള ഒരു ക്ഷണമായി പാട്രിക് ഈ സ്വപ്നം വ്യാഖ്യാനിച്ചു. എരിയുന്ന തീക്ഷ്ണതയോടെ പാട്രിക് അയർലൻഡിന്റെ എല്ലാ മുക്കിലും മൂലയിലുമെത്തി അനേകരെ മാനസാന്തരപ്പെടുത്തി. ആവശ്യം പോലെ പുരോഹിതരെ നിയമിച്ചു. കന്യകകളെ ദൈവത്തിന് പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഐറിഷ് സഭ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നാമമാത്ര ക്രിസ്ത്യാനിയായിരുന്ന കൊറോട്ടിക് രാജാവ് പല ക്രൈസ്തവരെയും വധിച്ചു. പലരെയും അടിമകളായി വിറ്റു. പാപിയും അജ്ഞനുമായ പാട്രിക് എന്ന് സ്വയം സംബോധന ചെയ്തുകൊണ്ട് കൊറോട്ടിനെഴുതിയ കത്ത് തന്റെ ആളുകളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആർദ്രമായ സ്നേഹത്തെ സ്പഷ്ടമാക്കുന്ന ഒന്നായിരുന്നു. 433-ൽ ഉയർപ്പു ഞായറാഴ്ച ഷാംറോക്ക് മരത്തിന്റെ ത്രിതള പത്രം ഉപയോഗിച്ച് പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി പ്രസംഗിക്കുകയും രാജസഹോദരൻ കൊണാൾ മാനസാന്തരപ്പെടുകയും ചെയ്തു. അതോടെ അയർലൻഡിന്റെ മാനസാന്തരം ത്വരിതപ്പെട്ടു. ഡ്രൂയിഡ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടർ അദ്ദേഹത്തെ വളരെയധികം മർദ്ദിച്ചിരുന്നു. 12-ലധികം പ്രാവശ്യം അദ്ദേഹത്തെയും അനുയായികളെയും ജയിലിൽ അടയ്ക്കുകയും വധിക്കാൻ ഉദ്യമിക്കുകയും ചെയ്യുകയുണ്ടായെങ്കിലും ദൈവാനുഗ്രഹത്താൽ അദ്ദേഹം എപ്പോഴും രക്ഷപ്പെട്ടു. വിശുദ്ധ പാട്രിക് അയർലൻഡിന്റെ മധ്യസ്ഥനാണ്. അദ്ദേഹത്തിന്റെ തിരുനാൾ ദേശീയോത്സവവുമാണ്.